നമുക്കറിയാം കേരളത്തിൽ മഴ ഇങ്ങനെ കനക്കുകയാണ്. എന്തായാലും അവധിയുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ്. സോ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. സോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം മഴ ഇങ്ങനെ കനക്കുകയാണ്. ഏത് ജില്ലകളിലൊക്കെയാണ് അവധി എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ അവധി കൊടുത്തിരിക്കുന്ന 2 ജില്ലകളിലാണ്, അത് നിങ്ങൾക്കറിയാം. പക്ഷേ ഇനിയും അവധി കിട്ടാൻ സാധ്യതയുള്ള ജില്ലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇപ്പോൾ അവധി കൊടുത്തിരിക്കുന്നത് തൃശ്ശൂരും അതുപോലെ തന്നെ വയനാട് ജില്ലകളിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ്. ഈ പറഞ്ഞ 2 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത്, ഇനി പറയാൻ പോകുന്ന ജില്ലകളെക്കുറിച്ചാണ്. മിക്കവാറും ഈ ഒരു ജില്ലകൾക്ക് നാളെയോ മറ്റന്നാളെയോ ഒക്കെ അവധി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇവിടെ കനത്ത മഴയായിരിക്കും, അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. സോ എന്തായാലും ആ ഒരു ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും ഇപ്പോഴും ഈ ഒരു ജില്ലകൾ ഓറഞ്ച് അലർട്ടിലാണുള്ളത്. അത് നമ്മുടെ കാസർഗോഡ്, മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ്. അതുപോലെ തന്നെ തൃശ്ശൂരും നേരത്തെ പറഞ്ഞ വയനാടും ഒക്കെ ഈ ഒരു ഓറഞ്ച് അലർട്ടിൽ പെടുന്ന സ്ഥലങ്ങളാണ്. പിന്നെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. പിന്നെ ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലൊക്കെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ചായി ഓറഞ്ച് അലർട്ടിലേക്ക് പോകാൻ സാധിക്കും. കാരണം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ വലിയ രീതിയിൽ മഴ ഉണ്ടാകാനുള്ള ചാൻസുള്ള ജില്ലകളാണ്. പ്രത്യേകിച്ച് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ കുട്ടനാട് മാത്രമായിട്ട് എടുത്ത് അവധി കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. സോ എന്തായാലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന 2 ജില്ലകളിലാണ് തൃശ്ശൂരും അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ ഇവിടെ ശക്തമായ മഴയാണുള്ളത്. എന്തായാലും ഇന്ന് മറ്റ് ജില്ലകൾക്ക് അവധി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ബട്ട് വരുന്ന ദിവസങ്ങളിൽ അവധി കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.